അപ്പം അതിലും ആർക്കൊരു വിഷമം തോന്നണ്ട. അപ്പൊ എങ്ങനെ വാസവനെ? പറഞ്ഞോ. അപ്പം ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിനെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോ വി ആർ വെൽക്കമിങ് അസൻസിയോ ടു TVA അസൻസിയോ. വെൽക്കം ടു TVA. പറ. ഗ്രൈൻഡ് ചെയ്യരുത്. വെൽക്കം ചെയ്തില്ല പിന്നെ അല്ലാതെ പെട്ടെന്ന് ആവശ്യത്തിന് പറഞ്ഞു അണ്ണൊന്നൂര് പറഞ്ഞു. കുഴപ്പമില്ല നമ്മള് ഹലോ അസൻസിയോ. ഹലോ വെൽക്കം ടു TVA. ഓക്കെ, രണ്ടു വാക്ക്. ഇവൻ എന്റെ അടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നും അവനോട് സംസാരിക്കാൻ പറയരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ രണ്ടു വാക്ക് സംസാരിച്ചോ. നിനക്ക് ആരുടെ താങ്ക് യു പറയണ താങ്ക് യു പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോ. താങ്ക് യു പറയാനില്ല. കളിച്ച ഡീഫോഴ്സനാണ്. സമയത്ത് കളി നിർത്താന്ന് വെച്ചിരുന്നത്. പിന്നെ നീലയും റാവും അപ്പം വിളിച്ചോണ്ട് കേറാൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അതാ വന്ന. പിന്നെ കളിച്ച ഞാൻ ടോർക്കിനോടൊക്കെ താങ്ക് യു. എഴുതി വെച്ചത് കറക്റ്റ് ആയിട്ട് വായിക്കടാ പനെ. ഓക്കെ, എന്തായാലും വെൽക്കം ടു TVA. ഞാൻ പറഞ്ഞല്ലേ, എന്നാലും ഇനിയിപ്പോ ശനിയാഴ്ച ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ലിസ്റ്റിൽ എല്ലാരെയും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഞാൻ ഇതൊക്കെ ഇടുന്നത്. ബാക്കി എല്ലാവരുടെ അടുത്ത് കേട്ടാ, എല്ലാരും അതിനനുസരിച്ച് ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കൊണ്ടുപോകണം. കാരണം കറന്റ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പൊ എന്തായാലും വെൽക്കം ടു TVA ടാ അസൻസിയോ. നീ അത് തന്നെയാണോ ഇവിടെ പേര്, അതോ അസൻസിയോ? നമ്മുടെ കലാപരിപാടി ചോദിച്ചോ. അപ്പൊ മോനെ അസൻസിയോ, പറഞ്ഞു. അപ്പം എന്താണ് നിനക്ക് ഇപ്പോൾ TVയിൽ കയറിയ ഈ ഒരു സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷം അല്ലേ? അപ്പോ സന്തോഷമില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നേ. 18 വയസ്സ് പ്രായം. 18 ഒരു വർഷം കഴിഞ്ഞ് എല്ലാരോടും ചോദിക്കുന്നൊരു വേറെ കോഴ്സിനൊന്നും ജോയിൻ ചെയ്തില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷമായി. നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് പറ. നീല് റാം പറയണ്ടാ. വിട്ടേടാ, നിന്റെ അടുത്താണോ ഇത്ര കണ്ണാപ്പി? ഇഷ്ടമുള്ള പേര് നീല്. ശരി, രണ്ടാമത് അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ആര്? അതിന് ഇഷ്ടമുള്ളത് മൂന്നാമത് നിനക്ക് ഇഷ്ടമുള്ള ആരെയാ? ഒന്നാമത് അപ്പാപ്പനെ. എടാ, ഇവനും അപ്പാപ്പനും എങ്ങനെ ബന്ധം വരുന്നേ? എന്റെ പൊന്നെ അപ്പാപ്പ, ഇവൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞാ ഇപ്പൊ ഞാൻ ഇവനെ എടുത്ത് കളയല്ലോ. കാരണം എനിക്കറിയാലോ കാര്യങ്ങള്. ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനെ ഇപ്പൊ എടുത്ത് കളയാറുണ്ട് ഞാൻ. ശരി, എങ്കിൽ നിനക്ക് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇഷ്ടമുള്ള ആളെ പറഞ്ഞില്ലേ, ഇതിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ പറ. അങ്ങനെ ഇഷ്ടമല്ലാത്ത, ഞാൻ ചോദിക്കട്ടെ, നീ വെളിയിൽ നിന്ന് T47 നിന്ന് കണ്ട സമയത്ത് ഇതിനകത്ത് ഒട്ടും കണ്ടുവിടാത്തത് എന്നെ അല്ലാത്ത വേറെ ആരുണ്ടായിരുന്നു? കണ്ണാപ്പി ഞാൻ ലോലെ നീ ഇവനോട് പ്രശ്നമാണാ? പിന്നെ മുടി അടിയായിരുന്നല്ലേ? കുണ്ടിയായിരുന്നു. എടാ വേറൊരു കാര്യം കൂടെ പറഞ്ഞോടാ. ഞാൻ വേണ്ടാന്നോ? ജോക്കി പറ. എടാ, നമ്മള് തമ്മിൽ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വഴക്കും ധാരണയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പരസ്പര വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ദൈവത്തെ ഓർത്ത് ഇനിയും കാലാകാലങ്ങളോളം അങ്ങോട്ട് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കണം. ആരേലും എന്തേലും തമ്മിലൊക്കെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പറഞ്ഞ് സോൾവ് ആക്കുക.
നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് ഈ കുടുംബത്തിന്റെ ഒരു ബലം. അത്രയും കൊടുത്താണ് വെട്ടിക്ക്. ഡെസ്ട്രോ നിനക്ക് ഞാൻ സബ്ടൈറ്റിൽ ഇട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പം ദൈവത്തെ ഓർത്തിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെ ഇടപെടുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. മനസ്സിലായോ എല്ലാവർക്കും? ഒരു മിനിറ്റ് അപ്പൊ അവരോടൊന്നും സംസാരിക്കാതായിരുന്നു. ഞാൻ എല്ലാ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോൾ പറയണത് പോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, അതായത് T47 ഡിസ്മാൻഡിൽ ആയ സമയത്ത് ഈ ബാക്കി ഇവരുടെ കൂട്ടത്തിൽ T47 ഉണ്ടായിരുന്ന കുറെ പേര് KVL കയറി. ഈ പറയണത് പോലെ കുറച്ച് KVL മാത്രമാണെന്നോ KVL കയറി. പിന്നെ വേറെ കുറച്ച് എന്താ ഗ്യാങ്ങിന്ന് വേറെ കുറെ ഗ്യാങ്ങിന്ന് ഇവർക്ക് കുറച്ച് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയണത് പോലെ മറ്റേ PCയും അങ്ങനത്തെ കുറെ സെറ്റപ്പും അങ്ങനത്തെ കുറെ ഇതൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതില് അസെൻഷിയോ ഇവരെല്ലാം RP നിർത്തുക എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മള് ഇവിടെ ഒന്നും ഓഫർ ചെയ്തല്ല ഇവിടെ ഒരു പ്ലേയേഴ്സിനെയും കൊണ്ടുവരാറുള്ളത്. ഇപ്പോഴേ പറയാണ്, നോർമലി ഇവിടെ TV-യിൽ ഒരു പ്ലെയറിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് നമുക്ക് തരാൻ പറ്റും. ഒരു സ്ട്രീമിംഗ് കരിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം. അല്ലാതെ PC വാങ്ങിച്ചു തരാം അത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ കുറെ OG ആയിട്ടുള്ള മെമ്പേഴ്സിന് തന്നെ നമ്മൾ എല്ലാവർക്കും PC കൊടുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മളിത് വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ ഇതായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു പ്ലെയറിനെ പഴയ പ്ലെയേഴ്സിന് കൊടുക്കാതെ പുതിയ ഒരു പ്ലെയറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഫെയർ ഡീലായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെയർ വൈസ് ഒരു എക്സ്പോഷർ കൊടുക്കാം. അവർക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ ഇതിൽ നിന്നൊരു സ്ട്രീമിംഗ് കരിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനപ്പുറത്തോട്ട് വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ അസൻഷിയോട് സംസാരിച്ചിട്ടാണ് ഞാനിവിടെ റിക്രൂട്ട്മെന്റ്. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഗൈസ്, കറണ്ട്ലി TV-ക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ റിക്രൂട്ട്മെന്റ് എടുത്തേക്കുന്നത് ബ്രാവോയാ. TV-ക്കകത്ത് വന്നതിന് ശേഷം ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു ആവശ്യം പോലും ബ്രാവോ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രാവോ സിറ്റുവേഷനുകളൊക്കെ ക്ലോസ് വാച്ച് ചെയ്യുന്നത് കൊണ്ട് T47 ഡിസ്മാൻഡിലായ സമയത്ത് നമുക്കൊരു പ്ലെയറിനെ വേണം എന്നുള്ള ഇത് പറഞ്ഞത് ബ്രാവോ. അങ്ങനെയാണ് ഈ ഒരു സജഷൻ അസൻഷിയോ എന്ന് പറയുന്ന ഒരു സജഷൻ വരുന്നത്. T47 IG-യിലായിരുന്നു അസൻഷിയോ. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ PvP സൈഡ് കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ വണ്ടേഴ്സ് ഒന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവൻ ഇവിടെ വന്ന്, കാരണം നമുക്കെതിരെ കളിച്ചൊരു ഗ്യാങ്ങിലായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. T47 എന്ന് പറയുന്ന ഗ്യാങ് ആക്ച്വലി അതിനകത്ത് നമ്മൾ പേഴ്സണൽ ഇഷ്യൂ TV-ക്കകത്തുനിന്ന് ഇറങ്ങി ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ വലിയ പാടാണ്. ഗ്രാജുവലി അവനിവിടെ സിങ്ക് ആവുകയാണെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. അവൻ്റെ ഒരു എൻവയോൺമെന്റ് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവനിവിടെ കളിക്കട്ടെ. ബ്രാവോ എന്നോട് പറഞ്ഞത് പൊട്ടൻഷ്യൽ വൈസ് നല്ലൊരു പ്ലെയർ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ചാൻസ് കൊടുത്തത്. അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് T47 പറ്റി പറഞ്ഞതിൻ്റെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് മാറ്റി പറയാനില്ല. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അത് ബ്രാവോയുടെ ഒരു സജഷൻ ആയിരുന്നു, അത് നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇത്രയും സ്ലോട്ട് ഇല്ലാത്ത സമയത്ത് പോലും ഞാനിത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പോലും ഞാൻ അങ്ങനെ ഒരു സാധനം കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ അവൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ് അസൻഷിയോ. നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. T47 ബിൽഡ് ചെയ്തത് അവനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഇവർ കുറച്ച് പേരാണ് T47 ബിൽഡ് ചെയ്തത്. അപ്പോൾ ബാക്കി എല്ലാവരും ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതാക്കിയപ്പോൾ കളി നിർത്തുക എന്നുള്ള ഡിസിഷനിൽ എത്തിയതായിരുന്നു. പിന്നെ കുറച്ച് പേര് KVL-ലോട്ട് പോയപ്പോഴത്തേക്കിന് അവൻ ഇവിടെ കളിക്കാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. സോ അപ്പാപ്പൻ கிட்ட സംസാരിച്ചു. ഓക്കേ, இப்போ லாயல்டி பாயிண்ட்ஸ் எத்தனை பேர் இருக்காங்களோ அத்தனை பேர் கூட்டுமல்ல. சோ ஒருத்தரோட பர்சனல் டேட்டா வேணும்னு சொல்லி സംസാരിച്ചിട്ടുണ്ട് അപ്പാപ്പൻ கிட்ட. அப்பாப்பன் நம்ம நெக்ஸ்ட் வீக்ல லைக் எவ்ரி வீக் எத்தனை பேர் ஆக்டிவா இருக்காங்கன்றது அறியாம். அப்பாப்பன் அதை ரெடி பண்ணி தரேன்னு പറഞ്ഞിട്ടുണ്ട്. ஓகே 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 சரி. அதுதான். அப்ப ஈஸியா இருக்கும் உனக்கு. ஓகே 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 பா. അതെ അണ്ണുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കല്യാണം കഴിക്കും. I am happy to see the TV like this. മെയിൻ സിറ്റിയിൽ കയറാനിയോ? മെയിൻ സിറ്റിയിലല്ല, ഇത് സംസാരിച്ചിട്ട് പോവാം ബ്രോ, സംസാരിച്ചിട്ട് പോവാം. എന്താ പറഞ്ഞേ? ചമ്പുരാൻ
നീ വന്ന് വീട്ടിലെ പെரிய വാസുവിന്റെ കാര്യം സംസാരിക്കും, പിന്നെ ഞാൻ സംസാരിക്കാതെ വാസുമനെ ഞാനിങ്ങനെ പറയായിരുന്നേ, ഇപ്പൊ തലമൂത്ത് നിൽക്കുന്ന ആൾക്കാരുള്ളപ്പോ വാസുമന്റെ കല്യാണം ആദ്യം നടത്തുന്നത് മോശമല്ലേ? അത് ശരിയാ. അപ്പാപ്പന്റെ ചാവുന്നതിന് അപ്പാപ്പന്റെ കല്യാണം നടത്തിക്കൊണ്ടു നോക്കി. അല്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പെണ്ണേട്ടാ ചത്തുപോയി അതിന് പ്രേതമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റൂല ജോക്കി. ചാക്കാലം നടത്തേണ്ട പ്രായത്തിൽ ഇനി കല്യാണം കഴിപ്പിക്കാൻ നമ്മളൊക്കെ വരെ പ്രായം മറന്നു വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ അണ്ണന് കുറച്ച് കൂടുതലാ. ഞാൻ ഇല്ലി കളിക്ക്. ഇല്ല അങ്ങനെ നോക്കുവാണെങ്കിൽ അണ്ണന് കുറച്ച് കൂടുതലല്ല ഒരു വെടിയെങ്കിലും. എനിക്ക് കുറച്ച് കൂടുതലാ, ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയട്ടെ. നിന്റെ മൂപ്പ ഞാൻ തീർക്കുന്നുണ്ട്. അപ്പൊ മെയിൻ സിറ്റി അപ്പാണോ? മെയിൻ സിറ്റി അപ്പാണോ? മെയിൻ സിറ്റി അപ്പാണ്, പക്ഷേ സ്ലോട്ട് ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അടിപൊളി അടിപൊളി. പറഞ്ഞുതരാം, പോയി പറഞ്ഞിട്ട് സെക്കൻഡ്. നീ എന്താ മുച്ചിരി ഓർഡർ ഇടണം നീ. നമ്മുടെ ബാക്കിയുള്ളവരെ നോക്കാൻ നമ്മുടെ ഒരു ഇതുപോലെ പറയാ റീസ്റ്റാർട്ട് ആക്കുക. 10 സ്ലോട്ട് ഉണ്ട്. 10 സ്ലോട്ടോ? അടാ പിന്നെ വേറെ ഒരു കാര്യം ഇവിടെ. അയ്യോ അത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അത് ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. എന്തായിരുന്നു? അയ്യോ അല്ല നമ്മളെ അത് വെയിറ്റ് ഇപ്പൊ പറയും. ലോയലിറ്റി പോയിന്റ് നമുക്ക് കുറവാണ്. എങ്ങനെ കുറഞ്ഞ്? റീസെറ്റ് ആയില്ലേ? റിസെറ്റ് അതാണ്, അത് കുറവുണ്ടാവും, അത് കൂടും. അങ്ങനല്ലടാ പറഞ്ഞ മന്ദബുദ്ധി. ലോയലിറ്റി പോയിന്റ് കമ്പാരിറ്റീവ്ലി കൂടുന്നില്ലെന്നാ പറഞ്ഞത്. കാരണം KV ഒക്കെ നമ്മളെ 49 കാർഡ് അവന്മാരുടെ നിന്ന് മേടിച്ചായിരുന്നു. അപ്പൊ നമ്മളത് തിരിച്ചു കൊടുക്കാൻ ഒത്ര നാള് കഴിഞ്ഞിട്ടും നമ്മള് തിരിച്ചു കൊടുക്കാനുള്ള കാർഡായില്ല. ആകെ കൊടുക്കാൻ പറ്റിയത് 37 എണ്ണമാണ്. മനസ്സിലായ? 59 കാർഡ് എന്തോ 59 കാർഡ് എന്താണ് നമ്മൾ KVയുടെ നിന്ന് മേടിച്ചത്. അപ്പൊ അവര് ഇനി ഇത് റീസെറ്റ് ആയാലും നാളെ ഒരു ആവശ്യത്തിന് അവർ ചോദിച്ചാൽ നമുക്കത് കൊടുക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അവർക്ക് ഇപ്പൊ ഒരു ടർഫ് ഇല്ല. അപ്പൊ അവർക്ക് ടർഫ് വിളിച്ചേ പറ്റുള്ളൂ. അപ്പൊ ലോയൽറ്റി പോയിന്റ് കുറവാണ്. അതുകൊണ്ടാണ് ഗ്രൈൻഡിങ് കൂടി കുറച്ച് ഇതാക്കുന്നത്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത്രയും മണിക്കൂറെങ്കിലും ഇവിടെ ഉള്ളപ്പം ലോയൽറ്റി പോയിന്റ് കുറച്ച് കൂടും. ലോയൽറ്റി കാർഡ് നമുക്ക് വേണം. അതിലൊരു 37 കാർഡ് നമ്മൾ MRCക്ക് കടം കൊടുത്തിട്ടുണ്ട്. MRC കാരുടെ നമുക്ക് ചോദിക്കാം. ബാക്കി എന്നാലും സ്റ്റിൽ 22 കാർഡ് നമുക്ക് KVക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ 22 അവരുടെ 37 22 കൂടെ ആവുമ്പോഴത്തേനും 59 കാർഡാവും. അപ്പൊ അത് മേടിച്ച് എന്തായാലും നമുക്കത് കൊടുക്കുക. നമ്മളെ ഒരു ഡൗൺ ടൈമിൽ അവർ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം തിരിച്ച് അവർക്കും നമ്മളത് കൊടുക്കണം. ഇനി എന്ത് റീസെറ്റ് ആയാലും പുതിയതാണെന്ന് പറഞ്ഞാലും അത് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ലോയൽറ്റി പോയിന്റിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ അപ്പ? ഇത്രേ ഉള്ളു. പിന്നെ സിറ്റുവേഷന്റെ കേസ് ഓൾറെഡി ചന്ദ്രൻ പറഞ്ഞ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും എടുക്കാതെ നമുക്ക് എന്താ പറയണ, നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഭാഗത്തായിരിക്കണം ന്യായം എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. വാസുവൻ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി? അത് അപ്പൊ ഇന്ന് Z30ന്റെ ഒരു സിറ്റുവേഷൻ എന്തോ ഉണ്ടായി. എനിക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ നിങ്ങളുടെ അടുത്ത്. നമ്മൾ KVA TVA ഫ്രണ്ട്ലി ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതിലിപ്പോ T47 പ്ലേയേഴ്സ് കയറിയപ്പോഴും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വന്നതുപോലെ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവരെ അവിടെ കളിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ അതല്ല പെട്ടെന്ന് ജസ്റ്റ് അതിന്റെ കൂടെ അഡ്രസ് ചെയ്തേ ഉള്ളൂ. KVA TVA നമ്മൾ ഫ്രണ്ട്ലി ആണെന്ന് കരുതി നമ്മൾ ഒരു ഗ്യാങ്ങിനെ പോലെ ഒരു ഗ്യാങ് ആണെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യരുത്. ഇതിനു മുമ്പും MRCയുടെ സിറ്റുവേഷനിൽ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം Z30യുടെ സിറ്റുവേഷനിലും 2 ഗ്യാങ്ങിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. എടാ അവരൊരു സിറ്റുവേഷൻ ഒരു ഗ്യാങ്ങോട്ടാണെന്ന് കണ്ടാൽ അവിടുന്ന് ലീവ് ചെയ്ത് പോ. വേണ്ട നമ്മൾ അല്ലല്ല അപ്പൊ ഞാൻ പറയുവാ, അങ്ങനല്ല ഞാൻ പറയണത്. ഇന്നത്തെ കാര്യം ഓക്കെ ആയിരിക്കും ചിലപ്പം. ഞാൻ പറയുവാണ് ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ഇൻ കേസ് കാരണം നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരായിരിക്കും KVക്കകത്തുള്ളത്. അപ്പൊ അവരവിടെ നിന്ന് അടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് വെടികൊണ്ടു എന്ന് പറഞ്ഞ് ഫ്യൂച്ചറിൽ ഒരു സിറ്റുവേഷൻ ഒരേ അറ്റ് എ ടൈം ഒരു ഗ്യാങ്ങിനോട് എടുക്കാൻ പാടില്ല. അതിനി എടുക്കത്തില്ല നമ്മൾ. ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെ പറ്റിയല്ല പറയണത്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. KV ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നമ്മൾ വണ്ടി എടുത്തങ്ങ് പോവുക, അത് മതി. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ അവിടെ അല്ലല്ല ശിവ ഞാൻ പറഞ്ഞോ ഒരു മിനിറ്റ്. അപ്പൊ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. അവർ വേറൊരു ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരാ. നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്യാങ് ഉണ്ട്, അവർ ചോദിച്ചോളൂ. അത് നമ്മൾ എടാ നിങ്ങൾ സിറ്റുവേഷൻ ആയില്ലേ, നിങ്ങൾ ഡീൽ ചെയ്യും, ഞങ്ങൾ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കിങ്ങും ഇല്ല.
ഇന്നത്തെ സിറ്റുവേഷൻ പറഞ്ഞോ സ്റ്റീവെ ആ പറഞ്ഞു. അണ്ണാ സിറ്റുവേഷൻ അവരും KV ആയിട്ട് അല്ല ആക്ച്വലി നടന്നത്. നമ്മളും KVയും പിന്നെ ഒരു സിറ്റിസൺസ് അവിടെ ഉണ്ടായിരുന്നു റിപ്പയർ ഏരിയയിൽ. അപ്പൊ ഇവര് കുറെ ഗ്യാങ് കൊണ്ടിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അവർ അവിടുത്തെ സിറ്റിസൺസ് ആയിട്ട് സംസാരിച്ച് കൊണയായി. അവന്മാര് ആ സിറ്റിസനാണ് വെടിവെച്ചത്. പക്ഷെ അതിൽ KVയുടെ സൈഡിൽ ആൾക്കാർക്ക് വെടികൊണ്ട് മരിച്ചു. നമ്മുടെ സൈഡിൽ കൈ പൊക്കിയിട്ട് വെടിവെക്കല്ലേ പറഞ്ഞ് ഓടിയ ഗോക്കുവും മരിച്ചു. അപ്പൊ ഗോകുവിനെ കൊന്നാണ് നമ്മൾ ചോദിക്കാൻ പോയത്. അപ്പൊ നമ്മൾ ആ ടൈമിൽ KV ആയിട്ട് സംസാരിച്ച് ചോദിച്ചു, ബ്രോ നിങ്ങൾ അടിക്കുന്നുണ്ടോ, എന്താണ് നമ്മൾ അടിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവരെ കൂട്ടത്തിലുള്ള 2 രൂപമാർ വെറുതെ കൊന്നു. അപ്പൊ അവരും തല്ലാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അതാണ് സിറ്റുവേഷൻ. അവര് ആവശ്യമില്ലാണ്ട് നമ്മളെ 2 പേരെയും സൈഡിലോട്ടും ഫയർ ചെയ്ത ഓൾറെഡി വേറെ സിറ്റിസൺ ആയിട്ട് അവർ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ. ഓക്കെ. ഞാൻ സിറ്റുവേഷൻ കണ്ടില്ല. സിറ്റുവേഷൻ എന്തായാലും നോക്കിയിട്ട് നമുക്ക് അപ്പം നമ്മളത് അഡ്മിനായിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ അഡ്മിൻ പറഞ്ഞു വെച്ചാൽ അവരാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം വേറൊരു സിറ്റിസൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓൾറെഡി നിൽക്കുമ്പം KVനെയും TVനെയും പോയി ഫയർ ചെയ്തു. അപ്പൊ അത് അവര് ഹാൻഡിൽ ചെയ്യണമെന്നാണ് അഡ്മിൻ പറഞ്ഞത്. സെറ്റ് 30. അപ്പൊ എന്നിട്ട് ഇവന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ചെയ്തപ്പം അവന്മാര് നമ്മൾ 2 ഗ്യാങ് കൂടെ അവരെ ഫോളോ ചെയ്ത് എല്ലാം വേണ്ടിയുള്ള മൈൻഡിൽ നിന്നപ്പം അവന്മാർ നേരെ ഗ്യാങ് ഹൗസ് കയറി വിളിച്ചിരുന്നു. അപ്പൊ അഡ്മിൻ പോയി പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ പുറത്തിറങ്ങി ഹാൻഡിൽ ചെയ്യണമെന്ന്. അവന്മാര് ഗ്യാങ് ഹൗസിനെ പുറത്ത് ഇറങ്ങിയില്ല. അവന്മാർക്ക് ടെമ്പററി സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷനിലാണ് അവന്മാര്. അവന്മാർ ഇപ്പൊ ടെമ്പററി സസ്പെൻഷനില്ല. മാറ്റിയോ? അപ്പൊ ഈ സിറ്റുവേഷൻ അപ്പൊ കണ്ടിന്യൂ ആവോ? ഇല്ല വാസുമോനെ, അത് KVയുടെ സിറ്റുവേഷൻ കണ്ടിന്യൂ ആയതിനു ശേഷം അവർക്ക് നമ്മുടെ സിറ്റുവേഷന്റെ ബേസിസിലും സസ്പെൻഷൻ വരും ഗ്യാങ്ങിന്. അവന്മാർക്ക് 1 മാസത്തോളം കിട്ടും. 1 അല്ല 7 ദിവസം. ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന് അപ്പൊ സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ഇല്ല വേണ്ട, സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട. പുതിയ ഗ്യാങ് അല്ലേ, അവരൊന്ന് സെറ്റ് ആയി വരട്ടെ. അപ്പൊ നമുക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാൻ ഇല്ലടാ കുഴപ്പമില്ല. പോട്ടറാ സ്റ്റീവെ, പോട്ടെ അത് കുഴപ്പമില്ല. അത് അവര് പുതിയ ഗ്യാങ് ആയിട്ട് ഇട്ടതല്ല, അത് കുഴപ്പമില്ല. ഇവിടെ അതറിയാം. കൊണക്ചെന്നുള്ളത് നമുക്ക് അല്ലാതെ കൊടുക്കാം. കൊണക്ചെന്നുള്ളത് നമുക്ക് അല്ലാതെ സിറ്റുവേഷൻ ആയിട്ട് കൊടുക്കാം. സസ്പെൻഷൻ വേണ്ട, സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് തീർക്കാം. അടിക്കാം. സസ്പെൻഷൻ വേണ്ട, അടിക്കാം. അത് മതി. നമുക്ക് സസ്പെൻഷൻ വേണ്ട, സസ്പെൻഷൻ കൊടുക്കണം. വിട്ട താളത്തിനോട് എന്തായാലും കൊള്ളണം. നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറയാം വാസുമോനെ. ഞങ്ങൾ സിറ്റുവേഷൻ എടുത്തോളാം. സസ്പെൻഷൻ വേണ്ട. അല്ല അവർക്ക് അടി കൊണ്ടത് നല്ലൊരു സിറ്റുവേഷൻ വേണോ? അല്ല അപ്പൊ ഞാൻ പറഞ്ഞ അതല്ല, അവന്മാർ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട. അവന്മാർ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും നമ്മൾ പറയണില്ല. ഞങ്ങൾക്ക് സസ്പെൻഷൻ കൊടുക്കാൻ താല്പര്യമില്ല. സിറ്റുവേഷൻ അവരെടുത്തില്ല, ഞങ്ങൾ വേറെ സിറ്റുവേഷൻ എടുത്ത് തല്ലിക്കോളാം. സസ്പെൻഷൻ കൊടുക്കണ്ട നമ്മുടെ സൈഡിൽ നിന്ന്. നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. എടാ അപ്പൊ മെയിൻ സിറ്റി കയറിക്കോ. എത്രേ ഉള്ളൂ മീറ്റിംഗ്, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.